നമസ്കാരം. കെ സുധാകരനെ തെറിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ നേതാക്കൾ ഹൈക്കമാൻഡ് കണ്ണുരുട്ടിയതോടെ കാറ്റുപോയ ബലൂൺ പോലെയായി. കെ സുധാകരന് പിന്തുണ നൽകി കെ മുരളീധരനും ശശി തരൂരും ചാണ്ടി ഉമ്മനും ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു. ഇതോടെ വി ഡി സതീശന്റെ നീക്കങ്ങൾ ജലരേഖയായി. ഒടുവിൽ ആർക്കും പ്രശ്നമില്ല. ഇപ്പോ എടിപിടിയെന്നും പുനഃസംഘടനയൊന്നും വേണ്ട എന്ന് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാം ഒത്തൊരുമിച്ച് പറയുന്നു. അപ്പൊ ഒരു സംശയം, ആർക്കാണത് ആവശ്യം? നിലവിൽ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ട ഒരു സാഹചര്യവുമില്ലെന്ന് കെ മുരളീധരൻ പറയുന്നു. പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും കോൺഗ്രസിൽ നടക്കുന്നില്ല എന്നൊക്കെയാണ് മുരളീധരൻ ഇപ്പോൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ മാടായി കോളേജ് വിഷയത്തിൽ കോഴിക്കോട് എം പി രാഘവനെതിരായ പരസ്യ പ്രതികരണങ്ങൾ പാർട്ടി അച്ചടക്കത്തിൽ ചേർന്നതല്ലെന്നും കെ മുരളീധരൻ പറയുന്നുണ്ട്. വിഷയം പരിശോധിക്കാൻ കെ പി സി സി പ്രത്യേക സബ് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വരട്ടെ എന്നും കെ മുരളീധരൻ പറയുന്നുണ്ട്. സുധാകരനെതിരെ പരസ്യമായി പറഞ്ഞാൽ പാർട്ടിയുടെ നിലവിലെ നിലപാടിന് എതിരാകുമെന്ന ഉൾഭയം മുരളീധരന്റെ മാടായി വിഷയത്തിൽ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും കോൺഗ്രസിൽ നടക്കുന്നില്ല. ഉണ്ടെങ്കിൽ എല്ലാവരും അറിയുമല്ലോ. കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാം എന്നാണ് ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പുള്ളി തട്ടിവിട്ടു. സന്ദീപ് വാര്യർ വിഷയത്തിൽ തന്നെ ശാസിച്ചു എന്ന വാർത്ത കണ്ടു. അത് എവിടെ നിന്ന് വന്നു എന്നറിയില്ല. സന്ദീപിനോട് തനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അത് നേരിട്ടും പറഞ്ഞു തീർത്തു. നിർണായക സമയത്താണ് സന്ദീപ് പാർട്ടിയിലേക്ക് വന്നത്. അദ്ദേഹത്തിന് നല്ല പരിഗണന നൽകണമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെതിരായും ഒരു നീക്കവും പാർട്ടിയിൽ നടക്കുന്നില്ല. ചിലർ കോലിട്ട് കുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് എല്ലാ കാലത്തും ഉള്ളതാണ്. അത് കണക്കാക്കേണ്ടതില്ല. പക്ഷേ പുനഃസംഘടന വേണ്ട എന്നൊന്നും പറയുന്നില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരേ വായിൽ ഇപ്പോൾ രണ്ട് വർത്താനം പറയുന്ന മുരളീധരന്റെ മനസ്സിലിരിപ്പ് പക്ഷേ പുനഃസംഘടന തന്നെയാണെന്ന് ഇതോടെ ഏറെക്കുറെ വ്യക്തമായി. യുവാക്കൾ നേതൃനിരയിലേക്ക് വരണം, മുതിർന്നവരുടെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ പറയുമ്പോൾ ആലുവ പള്ളിയിൽ പെരുന്നാളിന് പോണം എന്നൊന്നും അല്ലല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നത്. പുനഃസംഘടന വേണമെന്ന് തുറന്നു പറയാനും പാടില്ല, വേണമെന്നാനും. ഈ നിലപാടാണ് മുരളീധരന്. തുറന്നു പറഞ്ഞാൽ ഫലം എന്താകുമെന്ന് ആശങ്കയുണ്ട്. പാർട്ടിയിലെ പ്രബലന്മാരുടെ ഗ്രൂപ്പിലെ സ്ഥാനം പോകാതിരിക്കാൻ കെ സുധാകരനെ സപ്പോർട്ട് ചെയ്യേണ്ട ഗതികേടിലാണ് ഇപ്പോൾ മുരളീധരൻ. എന്തായാലും സുധാകരന്റെ കണ്ണുരുട്ടിൽ ഏറ്റിട്ടുണ്ട്. സതീശനെ പിടിച്ചു നിർത്തിയെങ്കിലും പാർട്ടിയിൽ തമ്മിത്തല്ല് ഒതുക്കാൻ നേതാക്കൾ ഒന്നടങ്കം ശ്രമിക്കുന്നുണ്ട്. പാർട്ടി പുനഃസംഘടിപ്പിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിലെ ഭിന്നത നാൾക്കുനാൾ ഏറി വരികയാണെന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി.